شهید بشه. شما اول بزرگ بشید، انشالله قدرتون بلند بشه، درس بخونید و عالم بشید و انشالله برای اسلام مفید باشید. 80-90 سال عمر کنید بعد بزرگ بشید. യാ ഷഹീദ് അസ്സലാമു അലൈക്കും യാ ആയത്തുള്ള അലി ഖമനൈ. അനേകായിരം ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകളുടെ പ്രാർത്ഥനകൾ നിറച്ചുകൊണ്ട് മുദ്രാവാക്യങ്ങൾ നെഞ്ചിൽ നിന്നും ഏറ്റിക്കൊണ്ട് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനയെ അവിടെയുള്ള ജനങ്ങൾ യാത്രയാക്കി. ആയത്തുള്ള അലി ഖമനൈ എന്ന മനുഷ്യനെ, ഒരു രാജ്യത്തിന്റെ പരമോന്നത നേതാവിനെ, ആ രാജ്യം കെട്ടിപ്പടുത്ത, ആ രാജ്യത്തെ ജനങ്ങൾക്ക് ആത്മവിശ്വാസവും അറിവും നൽകിയ ആ മനുഷ്യൻ ഇന്ന് ഇറാനിൽ നിന്നും വിട പറയുമ്പോൾ അദ്ദേഹം ഇറാനിൽ എന്തിന് ലോകത്തിന് തന്നെ മാതൃകയാകുന്ന രീതിയിൽ, ലോകത്തിന് തന്നെ ചങ്കൂറ്റം നൽകുന്ന രീതിയിൽ, ലോകത്തിന് പഠിക്കാവുന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ ജീവിതം ഇവിടെ പറഞ്ഞ് പഠിപ്പിച്ച് കാണിച്ചു കൊടുത്തിട്ടാണ് ഈ ലോകത്ത് നിന്നും അദ്ദേഹം യാത്രയായത്. അദ്ദേഹത്തിന്റെ അവസാന പ്രസംഗത്തിൽ പോലും അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത്: ഒരു മനുഷ്യന്റെ അവസാനത്തെ കുറിച്ച്. ഇസ്രായേൽ അമേരിക്കൻ ഇറാൻ യുദ്ധം കൊടുമ്പിരി കൊണ്ടു നിൽക്കുന്ന സമയം നമുക്കറിയാം, കുറച്ചു മാസങ്ങൾക്ക് മുമ്പ്. ആ സമയം ആയത്തുള്ള അലി ഖമനയും കുടുംബാംഗങ്ങളും ഒക്കെ അദ്ദേഹത്തിന്റെ വസതിയിലാണ്. ആ സമയത്താണ് റഷ്യയുടെ ഇന്റലിജൻസ് റിപ്പോർട്ട് ഇറാന് ലഭിക്കുന്നത്. ആ റിപ്പോർട്ടിൽ ഇങ്ങനെയാണ് പറഞ്ഞത്: ഏത് നിമിഷവും ആയത്തുള്ള അലി ഖമനയെയും കുടുംബത്തെയും അമേരിക്ക, ഇസ്രായേൽ വധിച്ചേക്കാം. ഏതാനും നിമിഷങ്ങൾക്കകം അത് സംഭവിക്കും. ദയവായി ആയത്തുള്ള അലി ഖമനയും കുടുംബവും ബങ്കറിലേക്ക്, അതായത് അമേരിക്കയുടെ കയ്യിലുള്ള ബോംബർ B2 ബോംബുകൾക്ക് പോലും തകർക്കാൻ പറ്റാത്ത അത്രയും സുരക്ഷയുള്ള ഇറാന്റെ ബങ്കറുകൾ അവിടെ ഉണ്ടായിരുന്നു. അവിടെ ആയത്തുള്ള അലി ഖമീനിയും കുടുംബത്തെയും മാറ്റാൻ ഇറാൻ ഭരണാധികാരികൾ ആ സമയം ആവശ്യപ്പെട്ടു. അന്ന് ഖമൈനിയോട് ഇറാന്റെ വിദേശകാര്യ മന്ത്രി അറാക്ചി പോലും പറഞ്ഞു, താങ്കളും കുടുംബവും ഇവിടെ നിന്നും മാറിയേ മതിയാകൂ. എന്നാൽ ആ സമയം ഖമൈനിയുടെ മറുപടി ലോകത്തെ തന്നെ ഞെട്ടിച്ചു. ഒന്നോർക്കണം, അമേരിക്കയും ഇസ്രായേൽ ബോംബിടാൻ പോകുന്നു, ബോംബിട്ട് കൊല്ലാൻ പോകുന്നു എന്ന സമയത്ത് പോലും അദ്ദേഹവും അദ്ദേഹത്തിന്റെ കുടുംബവും, അദ്ദേഹത്തിന്റെ പേരക്കുട്ടിയായ കുഞ്ഞു പോലും, 1.5 വയസ്സുള്ള ഒരു മോള് പോലും അദ്ദേഹത്തിന്റെ കൂടെയുണ്ട്. ആ സമയത്ത് പോലും അദ്ദേഹം പറഞ്ഞ മറുപടി കേട്ട് ലോകം ഞെട്ടിത്തരിച്ചു. അത്രമേലായിരുന്നു ഇറാൻ ജനതയോടുള്ള ഖമേനിയുടെ സ്നേഹം. നിങ്ങൾ എന്നെയും എന്റെ കുടുംബത്തെയും ഒരുപക്ഷെ ബങ്കറിൽ ഒളിപ്പിച്ച് സേഫാക്കാൻ കഴിയും, എന്നാൽ നമ്മുടെ രാജ്യത്തുള്ള എല്ലാ ജനങ്ങളെയും അങ്ങനെ ബങ്കറിൽ ഒളിപ്പിച്ച് അവരെ രക്ഷിക്കാൻ കഴിയുമോ എന്ന്. ഞാൻ ഷഹീദ് ആഗ്രഹിക്കുന്നവനാണ്, രക്തസാക്ഷിത്വം ആഗ്രഹിക്കുന്നവനാണ്. ഞാൻ മരിക്കുന്നെങ്കിൽ അങ്ങനെ മരിക്കട്ടെ. അങ്ങനെ മറുപടി കൊടുത്തിട്ടാണ് ആയത്തുള്ള അലി ഖമേനിയും കുടുംബവും ആ ഓഫീസിന്റെ വീട്ടിൽ തന്നെ താമസിച്ചത്. ആ സമയത്താണ് ഇസ്രായേലിന്റെയും ആക്രമണം ഉണ്ടാകുന്നത്. ആക്രമണത്തിൽ ഖമേനിയും കുടുംബവും, എന്തിനേറെ പറയണം, അദ്ദേഹത്തിന്റെ പേരക്കുട്ടിയായ കുഞ്ഞുമോളും അവിടെ മരണപ്പെട്ടു, ഷഹീദായി. ഏതൊരു യോദ്ധാവും ആഗ്രഹിക്കുന്നതാണ് ഷഹീദ് എന്നുള്ളത്, അതായത് രക്തസാക്ഷിയായി മരിക്കണമെന്നുള്ളത്. രാജ്യത്തിനു വേണ്ടി, നന്മയ്ക്കു വേണ്ടി മരിക്കുന്നതാണ്, അല്ലെങ്കിൽ കൊല്ലപ്പെടുന്നതാണ് രക്തസാക്ഷിത്വം എന്നത്. അത് ഏതൊരു യോദ്ധാവും ആഗ്രഹിക്കും. അങ്ങനെ പറയുകയാണെങ്കിൽ ആയത്തുള്ള അലി ഖമൈനി ആഗ്രഹിച്ച മരണം തന്നെയാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. എന്നാൽ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ, ഇന്നേ വരെ ലോകം കണ്ടിട്ടില്ലാത്ത, ഇന്ന് വരെ ലോകത്ത് ഒരു രാജാവിനും ഒരു നേതാവിനും ലഭിക്കാത്ത യാത്രയയപ്പാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. കോടിക്കണക്കിന് ജനങ്ങൾ ദിവസങ്ങളോളം തടിച്ചുകൂടിയ അദ്ദേഹത്തിന്റെ യാത്രയയപ്പ്, ഒപ്പം ലോകത്തിന്റെ പല രാജ്യങ്ങളുടെയും പ്രതിനിധികൾ ആ യാത്രയയപ്പിൽ, ആ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു. ഇന്ത്യ ഉൾപ്പെടെയുള്ള 40-ലേറെ രാജ്യങ്ങളാണ് അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തത്. അതൊരു കരുത്തുകാട്ടലായിരുന്നു. എന്നാൽ ഇനി പറയാൻ പോകുന്നതാണ് മറ്റൊരു ഗംഭീര കാര്യം. ഖമൈനിയെയും കൂട്ടരെയും വധിച്ചാൽ ഇറാൻ തീർന്നു എന്നാണ് അമേരിക്കയും ഇസ്രായേലും ധരിച്ചിരുന്നത്. എന്നാൽ ഖമൈനിയുടെ വധം
ഇന്ന് ഇറാനെ ലോകത്തിന്റെ ഒരു പവർഫുൾ ശക്തിയാക്കി മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവർ എന്തിനും പോകുന്ന യോദ്ധാക്കളാണ്. ആ രാജ്യത്തെ തകർക്കാൻ അമേരിക്ക എന്നല്ല, ഇസ്രായേൽ എന്നാൽ ഒരു രാജ്യത്തിനും കഴിയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നു. അത് തന്നെയാണ് കഴിഞ്ഞ ദിവസം അമേരിക്കയെ വെടിനിർത്തൽ ലംഘിച്ചുകൊണ്ട് നിരവധി തവണ അമേരിക്കയും ഇസ്രായേലും വെടിനിർത്തൽ ലംഘിച്ചുകൊണ്ട് പല ആക്രമണങ്ങൾ നടത്തിയിരുന്നു. എന്നാൽ ഇന്നലെയും അത് തന്നെ സംഭവിച്ചു. ആയത്തുള്ള അലി ഖമേനിയുടെ സംസ്കാര ചടങ്ങിൽ ഇറാൻ ജനത ഒന്നാകെ പങ്കെടുത്ത സമയത്ത് ഇറാനിൽ വീണ്ടും ആക്രമണം നടത്തി. അതിന് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്ന കാരണം എന്താണെന്ന് അറിയാമോ? എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ഞാൻ വിചാരിച്ചത് ഖമേനിയെ ആർക്കും ഇഷ്ടമില്ല എന്നുള്ളതാണ്. എന്നാൽ ഇറാൻ ജനത മുഴുവനായും അദ്ദേഹത്തിനോടൊപ്പമുണ്ട്, അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നു. അതെനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ആക്രമിച്ചത് എന്നാണ് ട്രംപ് പറയുന്നത്. ഇങ്ങനെ ലോകത്തിന്റെ നിയമവ്യവസ്ഥകളെ ഒക്കെ ലംഘിച്ചുകൊണ്ട്, ലോകത്തിന്റെ വെടിനിർത്തൽ നിയമങ്ങളെ ഒക്കെ ലംഘിച്ചുകൊണ്ട് അമേരിക്കയും ഇസ്രായേലും വീണ്ടും 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 ലോകത്തിന് നാശമാകാൻ വേണ്ടി, ലോകത്തിന്റെ നാശത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ രാജ്യങ്ങളെയും ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇറാൻ ആകട്ടെ ഇന്ന് അമേരിക്കയും ഇസ്രായേലിനെയും പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് വീണ്ടും പടക്കോപ്പുകളുമായി അവർ യുദ്ധമുഖത്ത് അണിനിരന്നു കഴിഞ്ഞു. ആയത്തുള്ള അലി ഖമേനി എന്ന ഇറാന്റെ നേതാവിനെ ലോകം ഒരിക്കലും മറക്കില്ല. കാരണം ലോകത്തിന് ഗുണകരമായ, ലോകത്തിന് തന്റെ ഇടം നൽകിയ, ലോകത്തിന് ചങ്കുറപ്പ് നൽകിയ ഒരു ജീവിതം ഈ ഭൂമിയിൽ കാഴ്ചവെച്ചിട്ടാണ് അദ്ദേഹം ഇവിടെ നിന്നും യാത്രയായത്. അമേരിക്കയും ഇസ്രായേലും പോലുള്ള അക്രമി രാഷ്ട്രങ്ങളുടെ മുന്നിൽ തലയെടുപ്പോടുകൂടി, നട്ടലുറപ്പോടുകൂടി നിവർന്നു നിൽക്കാൻ പാഠം നൽകിയ യാ ഷഹീദ് ആയത്തുള്ള അലി ഖമേനി, അങ്ങേക്ക് ഞങ്ങളുടെ സലാം.